രാജീവ് ചന്ദ്രശേഖർ. അടിപൊളി. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആളെ അറിയാമല്ലോ അല്ലേ? ലോകപ്രസിദ്ധനാ തനി രാവണൻ. മുണ്ട് മടക്കി കുത്താനും അറിയാം, മലയാളം പറയാനും അറിയാം. പിന്നെ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. പക്ഷേ ജിക്ക് ചില അലർജിയൊക്കെ ഉണ്ട്. അതിലൊന്ന് കൈരളി. കാരണം കൈരളി എപ്പോ കണ്ടാലും ചോദിക്കും. സന്തോഷം. ഇല്ല, ചോദിക്കും, ഞാൻ മറുപടി തരില്ല. നീ നിന്നാ മതി അവിടെ. ചോദിക്കരുത്, നീ ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ചോദ്യത്തിന് ജിയുടെ കയ്യിൽ ഉത്തരമില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇല്ല, ചോദിക്കും, ഞാൻ. അപ്പോഴേക്കും ജി അടുത്തടം അങ്ങ് പ്രയോഗിക്കും. അവനോടൊന്നും തോന്നല്ലേ. കൈരളി ചോദ്യം ചോദിച്ച ഉടനെ നമ്മുടെ കാന്താരയുടെ ഗുളികനില്ലേ, പുള്ളി അതുപോലെ ഇല്ല, ചോദിക്കും, ഞാൻ. അല്ലെങ്കിൽ അഴിമതിയെ പറ്റി കൈരളിയുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചാല് പിന്നെ നമ്മുടെ ജി പിണങ്ങി ഒരു പോക്ക. ഞാൻ പോണേണ്, വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്. കൈരളിയാണേലും സിമ്പിൾ ചോദ്യം ഇട്ട് ചോദിക്കത്ത്. ജി നൈസായിട്ട് കർണാടക സർക്കാരിന്റെ കുറച്ച് ഭൂമി അങ്ങോട്ട് മറിച്ചു വെച്ചു, ചെറിയൊരു അഴിമതി. എന്നിട്ട് സ്വസ്ഥമായിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു പൂച്ച വരുന്നത് ഇങ്ങനെ കേരളത്തോട്ടങ്ങ് വന്നു. കോടികളുടെ പണം അക്കൗണ്ടിലൊക്കെ ഇട്ട് സുഖമായി കേരളത്തിൽ ഒരു അധ്യക്ഷയൊക്കെ ആയിട്ട് നിൽക്കാമെന്ന പുള്ളി കരുതിയായി. അപ്പൊ ഈ മാധ്യമങ്ങൾ ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചാൽ പിന്നെ എന്തോന്ന് ചെയ്യാന്? ഇല്ല, ചോദിക്കും, ഞാൻ മറുപടി തരില്ല. പിന്നെ രാജീവേട്ടന് BJP-ക്കാര് ഭയങ്കര സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അന്തസ്സുള്ള മറ്റു മാധ്യമ പ്രവർത്തകരുടെ മര്യാദയ്ക്കും മാന്യതയ്ക്കും മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരോട് വേറെയുണ്ട്. എന്തായാലും പെട്ടുപോയപ്പോ ആള് ഭയങ്കര കരച്ചിലാണ്. അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും അറിയും. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുവാന്ന് അതങ്ങ് സാധിച്ചു കൊടുത്തേക്കും. വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും അറിയും. അങ്ങാടിയിൽ പെട്ടുപോയതിന് മാധ്യമങ്ങളുടെ നെഞ്ചത്തോട്ടാണ് രാജീവ് ജിയുടെ പോക്ക്. പിന്നെ തമ്പ്രാനെയും മുതലാളിയെയും ഒക്കെ സേവിക്കുകയാണല്ലോ ഈ BJP-യുടെ നയം. അതുകൊണ്ട് അവർക്ക് ഇതൊന്നൊരു പ്രശ്നമല്ലെന്നേ. പക്ഷേ രാജഭരണമല്ല ഇവിടെയെന്നും ഇത് 2025 ഇവർക്കിത് എന്ന് മനസ്സിലാകും.